അതാ നമ്മളെ നെക്സ്റ്റ് ഡേ ആയി. അങ്ങനെ നമ്മൾ ഇന്ന് അവിടെ ടെൻ്റ് കെട്ടിയത് ഇന്നത്തെ സ്റ്റേ ചെയ്ത ഈ ഒരു റിസോർട്ടിലായിരുന്നു. അത്യാവശ്യം അടിപൊളിയാണ്. ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ്. ഇവിടെ കുറേ കാര്യങ്ങൾ കാണാം. ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് പ്രകൃതിപരമായിട്ട് തന്നെയുള്ള കുറേ സംഭവമാണ്. സാധാ ഇവരെ ഉണ്ടാക്കിയതല്ല, ഫുള്ള് നാച്ചുറലായിട്ട് തന്നെ ഇവർക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവരെ ഫുഡ് കഴിക്കുന്ന സ്പോട്ടും എല്ലാം ഞാൻ കാണിച്ചു തരാം. മേടിതാ അവൻ്റെ ഡ്രോണും കാര്യങ്ങളും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് മുകളിലാണ് പോകേണ്ടത്. മുകളിലാണ് അത്യാവശ്യം നല്ല വ്യൂ. ഇതാണ് ഫസ്റ്റത്തെ. ഇത് ബാച്ചിലേഴ്സ് നിൽക്കുന്നതാണ്. ഇത് ഇന്നലെ വന്നവരാണ്. ആരാണ് നമുക്ക് സ്വിമ്മിംഗ് പൂള് വരുന്നത്. അച്ഛമ്മ അതിൻ്റെ വ്യൂ എടുക്കുന്നുണ്ട്. എന്തായാലും നോക്കാം. വ്യൂ ഫുള്ള് നാച്ചുറലായിട്ടാണ് സാധനം. ഫുള്ള് പാറമണ്ണ് വരുന്ന വെള്ളമാണ് ഇത്. പിന്നെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇങ്ങനെ നല്ല രസം വെച്ചാൽ ഈ ഒരു ഇതാണ്. ഈ ഒരു വഴിയൊക്കെ ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി പോകുന്ന വഴി ഫുള്ള് ഇങ്ങനെ ആ ഒരു ചെടീനെ കൊണ്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയാ അങ്ങനെ ആക്കി വെച്ചിട്ട് സംഭവം അടിപൊളിയാണ്. മുകളിലൊരു ഫാമിലി ഉണ്ട്. ഇപ്പം എന്തായാലും ഞാൻ ഓരോ പേര് ട്രെക്കിങ്ങിന് പോകുന്നുണ്ട്. ട്രെക്കിങ്ങിന് പോകുന്ന ജീപ്പും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം, സെറ്റാക്കി തരാം. ഓക്കെ, ഒരു വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ഫുള്ള് കാണാം. നമ്മളിതാ ഇവരെപ്പുറം ഇതിൽ പോകാൻ നോക്കണം. ഇവരെ വേറെ ആൾക്കാരും കൂടി ഉണ്ട്. ഞാൻ മാത്രമേ ഇവരെപ്പുറം പോകുന്നുള്ളൂ, ആൾക്കാരും പോകുന്നില്ല. ഇതാണ് ഇവരെ. അപ്പം നമുക്ക് ഇതിൽ കയറി പോവാം. ഓക്കെ, സെറ്റ്. ഇത് അണ്ണന്മാറാൻ തോന്നുന്നുണ്ട്. ഇതാണ് നമ്മളെ ഏരിയ. വരുന്നുണ്ടാ? അങ്ങനെ ആശുമുണ്ട്. ആശുമ നേരത്തെ ഇല്ലാന്നാ പറഞ്ഞേ. ആശുമ ടാറ്റ. ആ എനിക്ക് പേടി ഈ സംഭവം. രണ്ടാൾ പിടിച്ചിരുന്നിട്ടല്ലേ. അണ്ണന്റെ പവർ ഇവർക്ക് മനസ്സിലായിക്കില്ല. ഓരോന്ന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ മൊത്തത്തിൽ ഓരോന്നിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആശിമിനോട് അതാര നേരത്തെ ഇതെടുത്ത ഡ്രോൺ ഷൂട്ട് എടുത്തത്. അപ്പോൾ ആശിം ഇതാ കാണിച്ചു കൊടുക്കാൻ. ആശിം ഫുള്ള് മെയിനായി. ഒരാശിമിന്റെ വീഡിയോയിൽ അന്താളിച്ചു പോയി. ഞാനാണ് ഈ വ്യൂ കണ്ടിട്ട് അന്താളിച്ച്. ഇതിലോട്ട് നമ്മൾ ഇന്നലെ രാത്രി വൈദ്യുതി പോയ കോമഡിയനോ. ഇതിലോട്ട് ആ ജിമ്മിയെടുത്ത് പോയി ഫുള്ള് റോഡ് നോക്കിയാ ഇതാ അവസ്ഥ. റോഡ് നമ്മള് അന്ന് ഇന്നലെ പോയത്. ഇന്നലെ പക്ഷെ ഇങ്ങനെയൊന്നും കാണാനൊന്നും കിട്ടിയില്ല കേട്ടാ. ഫുള്ള് സീനേനോ.
അതാ ഓ ഓ എന്താ റബ്ബേ, റോഡ് നോക്കിയാ അമ്മാരി റോഡ് എന്നാ പറയണ്ട റബ്ബേ. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം പോലും ാണ് ഏരിയ. റെഡിക്ക് അട്ടപ്പാടി എന്റെ നാട്ടിൽ, നമ്മുടെ നാട്ടില് അട്ടപ്പാടി അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല കാര്യം പറഞ്ഞ. പക്ഷെ റെഡിക്ക് വരേണ്ട സ്ഥല. ഇന്നലെ പോയപ്പോ ഒരു 900 കണ്ടി പോയ ഒരു ഫീല് വന്നെ. 900 കണ്ടി നമ്മൾ ഓഫ് റോഡ് കയറില്ലേ, അതേ ഫീൽ. അടുത്ത ടീം താറുണ്ട് ആളെ ഒരിടത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാണ്. പിന്നെ ഷുവറല്ലേ. നമ്മളിതാ പകുതിക്ക് ഇറങ്ങി. ഇതാണ് ആന ഇറങ്ങുന്ന സ്ഥലം. നോക്കുമ്പോ അവിടെ വേറെ ടീം കുടുങ്ങിയിട്ടല്ലേ, നമുക്ക് എന്തായാലും അത് കാണും. ഇത് നമ്മളെപ്പോഴും തന്നെ ഉള്ള താറാണ്. മുമ്പിൽ വേറൊരു ജീപ്പ് ഉണ്ട്. അതിനൊക്കെ വലിയ കോമഡി എന്താ പറയാ, ഈ ഏരിയയില് ഒരാൾ ഹിമാലയ എടുത്തിട്ട് അപ്പം ഓ പോവാ. സംഭവം കേറുന്നില്ല വണ്ടി. ആടുന്ന് ടയർ തിരിയാ പോലെ ചെയ്യുന്നേ. എന്താ അവസ്ഥ അറിയില്ല. അണ്ണൻ വന്നപ്പം കേറി. എല്ലാത്തിനും അണ്ണൻ വരണമെന്ന് പറഞ്ഞാ അണ്ണൻ എല്ലായിടത്തും എത്താൻ പറ്റുമോ? ഓ അല്ല, അത്രേ ഉള്ളു അല്ലേ. ഇതിങ്ങനെ സ്ലിപ്പാന്നാ പറഞ്ഞേ. നമ്മളെ ഹിമാലയൻ പോകും. ഓ നമ്മളെ താറിന്റെ ആൾ നമ്മളെ സ്വന്തം ആൾക്കാർ. ഓക്കെ, നമുക്ക് നമ്മളെ ഡ്രൈവർ താരല്ല. നമ്മുടെ വ്യൂ പോയിന്റിൽ എത്തി തോന്നുന്നുണ്ട്. എടാ ഇന്നലെ നമ്മൾ തിരിച്ച സ്ഥലം. ഓ ഇതാണ് വ്യൂ പോയിന്റ്. നമ്മളെത്തിയ സ്ഥലമാണിത്. പൊളി വ്യൂ എന്ന് പറഞ്ഞ സീന സാധനം. അപ്പത്തേക്ക് ആശുമ വണ്ടി കയറിയിരുന്നു. ഓനിക്ക് തണുത്തിട്ട് തീരെ കഴിയുന്നില്ല. എന്താശുമേ ഇങ്ങനെ കാണാം. അട്ടപ്പാടി വന്ന മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. കുറെ ഫാനെല്ലാം കാണുന്നുണ്ട്. അടിപൊളിയാണ്. മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം എന്താണ് എന്തൊക്കെയാണ്.